ഹായ് ഫ്രണ്ട്സ്, ഒരു ജെറ്റ് പമ്പിൻ്റെ ഫുഡ് വാൽവ് ചേഞ്ച് ചെയ്യാൻ പോയി 8ന്റെ പണി കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത് പുറത്തെടുത്തിട്ട് ഫുഡ് വാൽവ് ചേഞ്ച് ചെയ്തിട്ട് പൈപ്പ് ഒട്ടിച്ച് കിണറ്റിലേക്ക് ഇറക്കി മോട്ടോർ ഓണാക്കുന്ന സമയത്ത് വെള്ളം എടുക്കുന്നില്ല. അതിനുശേഷം വീണ്ടും പൈപ്പ് കട്ട് ചെയ്ത് പുറത്തെടുത്തിട്ട് ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരു വെഞ്ചറി ട്യൂബും അതുപോലെ ഈ ഒരു ജെറ്റിൻ്റെ അകത്ത് ഒരു നോസിലും ഉണ്ട്. ഇവിടുത്തെ കംപ്ലയിൻറ്റ് ഈ ഒരു നോസിൽ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫുഡ് വാൽവ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു നോസിൽ ചെക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു നോസിൽ ഇവിടെ പൂർണ്ണമായിട്ടും കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോസിൽ കൂടി ഇനി ചേഞ്ച് ചെയ്യണം. അപ്പോൾ പുതിയൊരു നോസിൽ നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഉളി ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പഴയ നോസിലിനെ അതിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ നോസിൽ. അപ്പോൾ ആ ഒരു നോസിലിനെ നമ്മൾ നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് ആ ഒരു ജെറ്റിനകത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഇത്തരത്തിലൊരു നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമുക്കത് വലത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു നോസിനെ അതിലേക്ക് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ആ ഒരു വെഞ്ചറി ട്യൂബ് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് പുതിയൊരു ജെറ്റ് അഡാപ്റ്റർ, അതായത് 1.25 ഇഞ്ചിൻ്റെ ഒരു ജെറ്റ് അഡാപ്റ്ററും കൂടി ആ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പൈപ്പിലേക്ക് നമ്മൾ വെള്ളമെല്ലാം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് കുറച്ച് അധികം സമയമായി, കാരണം 2 പൈപ്പ് കൂടി ഇവിടെ നിറഞ്ഞ് കയറേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മോട്ടോർ ഓണാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ആ വെള്ളം പുറത്തേക്ക് പോകുന്ന ഭാഗത്ത് ഒരു ക്യാപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ടാങ്കിലേക്ക് വെള്ളം കണക്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ ജെറ്റ് പമ്പിൻ്റെ ഫുഡ് വാൽവ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നോസിലും അതുപോലെ വെഞ്ചറി ട്യൂബും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഫുഡ് വാൽവ് ഒട്ടിച്ച് പൈപ്പ് കിണറ്റിലേക്ക് ഇറക്കാവൂ. അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും കട്ട് ചെയ്ത് പുറത്തെടുത്ത് 8ന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്.